ഹായ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അംബേദ്കറെ കുറിച്ചാണ്. ഓക്കെ. അംബേദ്കർ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പേഴ്സൺ എവർ ബോൺ ഇൻ ഇന്ത്യ എന്നൊന്ന് പറയാം. നോബഡി ക്യാൻ ആ വ്യക്തിയെ റീപ്ലേസ് ചെയ്യണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ മറ്റൊരാൾക്കും പറ്റില്ല. ഓക്കെ. ഈവൻ ആ വ്യക്തിയുടെ അടുത്തൂടെ എത്താൻ പോലും മറ്റാർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. ഈക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹിന്ദിയിലൊരു മൂവി ഉണ്ട്, ആർട്ടിക്കിൾ 15 പറഞ്ഞിട്ട്. ഓക്കെ. ആ ആർട്ടിക്കിൾ 15 മൂവി തമിഴിലേക്ക് റീമേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഉദയനിധി സ്റ്റാലിൻ പുള്ളിക്കാരനാണ് അതിൽ ഹീറോ ആയിട്ട് വന്നിട്ടുള്ളത്. ബേസിക്കലി അതൊരു ഈക്വാളിറ്റിനെ കുറിച്ചുള്ള, അതായത് കാസ്റ്റ് ബേസ് ഇഷ്യൂസ്, അങ്ങനെ ലോവർ ഹയർ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അതിൽ ഹീറോ ആയിട്ട് വരുന്ന ഉദയനിധി സ്റ്റാലിൻ ഒരു IPS ഓഫീസറായിട്ടാണ് ഒന്നും ആക്ട് ചെയ്യുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഞാൻ ഹിന്ദി പടം കണ്ടിട്ടുണ്ട്, തമിഴ് കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു IPS ഓഫീസറിനോട് ആ IPS ഓഫീസറിൻ്റെ വണ്ടി ഓടിക്കുന്ന കോൺസ്റ്റബിൾ ആണെന്ന് തോന്നുന്നു. കോൺസ്റ്റബിൾ ഒരു ചോദ്യം, അപ്പോൾ പുള്ളിക്കാരൻ ഈക്വാളിറ്റി എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് ഉദയനിധി സ്റ്റാലിൻ. ഓക്കെ. അപ്പോൾ ആ ഒരു ഇഷ്യൂ, അതായത് ഒരു ഹയർ ആയിട്ടുള്ള ഒരു പേഴ്സണും ഒരു ലോവർ ആയിട്ടുള്ള പേഴ്സണും തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഇതിലാണ് ആ സിനിമ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരനും എവരിബഡി ഇറ്റ് ഷുഡ് ബി ഈക്വൽ എന്ന ലെവലിൽ എന്ന രീതിയിൽ ചിന്തിക്കണം. അപ്പോൾ ഈ കോൺസ്റ്റബിൾ ആളോട് ചോദിക്കും, എല്ലാവരും തുല്യരായി കഴിഞ്ഞാൽ ആരാണ് കിങ്, അതായത് എല്ലാവരും തുല്യരാണെന്നുണ്ടെങ്കിൽ ആരാണ് കിങ് എന്ന് ചോദിക്കും. അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ കൊടുക്കുന്ന മറുപടിയാണ്, എല്ലാവരും തുല്യരാണ് സമയത്ത് ആരാണ് കിങ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരെയും ആരാണോ തുല്യമായി ട്രീറ്റ് ചെയ്യേണ്ടത് അവനാണ് കിങ് എന്ന് ചോദിക്കും. അപ്പോഴാണ് നമ്മളിങ്ങനെ ആ ഒരു സ്റ്റാറ്റസിൽ ഇങ്ങനെ അംബേദ്കറിൻ്റെ കാണും. അംബേദ്കറിൻ്റെ ലൈഫിൽ ഏറ്റവും ആസ്പിറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈക്വാളിറ്റി എന്നത്. ഓക്കെ. ഈക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെജോറിറ്റി ആർട്ടിക്കിൾസ് ആൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരു തരത്തിലുള്ള ഇൻഈക്വൽ ട്രീറ്റ്മെൻറ്റ് അവിടെ ഉണ്ടാകരുത് എന്ന കൊണ്ട് തന്നെ ആൾ ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ടാണ് പല ലുക്ക് ഹോളുകളും കണ്ടുപിടിച്ച് അത് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ശ്രമിക്കപ്പെട്ടു എന്നല്ലാതെ അത് എത്രത്തോളം പ്രാക്ടിക്കലായി വർക്കൗട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം പുള്ളിക്കാരൻ ആളുടെ പണി എന്താണോ വൃത്തിയായിട്ട് ചെയ്തു, ആൻഡ് ഹീ ലെഫ്റ്റ് അസ് ടു റെസ്റ്റ് നമ്മളിലേക്ക് തന്നിട്ട് പോയി. നമ്മൾ എത്രത്തോളം ബെറ്റർ ആയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന ബേസിലായിരിക്കും ഇൻഇക്വാലിറ്റി ഉണ്ടാകുകയും അല്ലെങ്കിൽ ഈക്വാലിറ്റിയുടെ ആബ്സെൻസ് ഉണ്ടാകുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഡൺ എ ബെസ്റ്റ് ജോബ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ബ്രിങ് ദ ഈക്വാലിറ്റി. അപ്പോൾ പുള്ളിക്കാരൻ കിങ് ആണ്. ഓക്കെ. കിങ് ഓഫ് ദ കിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കിങ് ആണ്. ശരി, ഇന്ത്യൻ്റെ ഒരു ലോർഡ് കിങ് എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി അംബേദ്കർ തന്നെയാണ്. കാരണം ഈ ആൾറെഡി ട്രൈ ടു മേക്ക് എവറിത്തിങ് ഈക്വൽ, എല്ലാത്തിനെയും ഈക്വലായിട്ട് കാണാൻ ആൾ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് ആൾ എല്ലാത്തിനെയും ഈക്വലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം നമ്മൾ മറ്റൊരാളെ ഈക്വലായിട്ട് കാണുമ്പോൾ ആണ് നമ്മളൊരു കിങ്ങായി മാറണം. അല്ലാതെ ഞാൻ മേലെ നീ താഴെ എന്ന് ചിന്തിക്കണവൻ ഒരിക്കലും കിങ് അല്ല. ഓക്കെ. വെൻ യു ആർ ട്രീറ്റിംഗ് someone equally to yourself, then you become the king.